ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. വേ ഓഫ് മെൽവിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും കൂടി സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ ദുബായിൽ അൽമുത്തീന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ട്രീറ്റിലാണ്, എന്താ പറയുക, വേറെ അൽമുത്തീനയിലാണ്. നമ്മൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ നമ്മുടെ ഒരു എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാണ് ദുബായിൽ തേരാപ്പാര. അപ്പോൾ ഇവിടുത്തെ ചെറിയ ചെറിയ സംഭവങ്ങളും ഒക്കെയാണ് നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ഉണ്ടാവുക. അപ്പോൾ എന്തായാലും മാസ്ക് ഇവിടെ തന്നെ ഇരുന്നോട്ടെ, സേഫ് സോണിൽ നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് നമ്മുടെ സെയിം ഒരു സംഭവം ഉണ്ടല്ലോ, നമ്മുടെ ഫിഷ് റിലേറ്റഡ് ആയിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഇപ്പോഴും കാണിക്കാറുണ്ട്. അപ്പോൾ അതിൽ നിന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളൊരു അക്വേറിയം ഷോപ്പിലേക്കാണ് പോകുന്നത്. ഒരുപാട് കൊല്ലങ്ങളായിട്ട് ഇവിടെ നടത്തിക്കൊണ്ടുവരുന്ന ഒരു അക്വേറിയം ഷോപ്പിലേക്കാണ് നമ്മളിന്ന് പോകാൻ വേണ്ടി പോകുന്നത്. അപ്പം നേരെ പോകുന്ന വഴിക്ക് ചെറിയ ചെറിയ ഷോപ്പുകളും സംഭവങ്ങളൊക്കെ കാണാം. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ കൂടെ ഇങ്ങനെയുള്ള എല്ലാ എപ്പിസോഡിലും നമ്മുടെ ശ്രീത്ത് ഭായി ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾ രണ്ടാളും ഒരുമിച്ചാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടിയിട്ടാണ് ഇനി എല്ലാവരും സ്ഥലങ്ങളിലേക്ക് പോകാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇപ്പോൾ നല്ല ഉച്ച സമയമാണല്ലേ, നല്ല വെയിലുണ്ട്. കറക്റ്റ് 12 മണിയാണ് ഇപ്പോൾ. അപ്പോൾ ഗ്ലാസ് വെച്ച് വേറെ ഒന്നും കൊണ്ടില്ല, നല്ല വെയിലാണ്. നമുക്ക് ഗ്ലെയർ കാരണം കാണാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഗ്ലാസ്സൊക്കെ വെച്ചില്ല. അതിങ്ങനെ വലിയ പമ്പാക്കി പറയരുത്, എനിക്ക് ഭയങ്കര സ്റ്റൈലാണെന്നും. പിന്നെ മുടി ഞങ്ങളൊന്ന് വെട്ടി. അപ്പോൾ ഞങ്ങളിവിടെ ഒരു 5 റിയാലല്ല 5 ദിർഹത്തിൻ്റെ ഒരു മുടി വെട്ടുകടയുണ്ട്. അവിടെ പോയിട്ട് ഞങ്ങൾ വെട്ടിയത് അല്ലേ. സംഭവം അടിപൊളിയായിട്ട് വെട്ടി കിട്ടിയില്ലേ. ഞാൻ ഈ സൈഡ് രണ്ടും ഒരു അലമ്പായിട്ട് വെട്ടിയിട്ടുണ്ടായിരുന്നു. അത് രണ്ടും കൂടി ഇപ്പോൾ അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു സൈഡിൽ ആസ്റ്ററിൻ്റെ ക്ലിനിക്ക് പറഞ്ഞിട്ടുണ്ട്, ഫാർമസി ക്ലിനിക്കൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊരു എന്താ പറയുക, 2 റോഡിന് നടുക്കിൽ ഒരു ചെറിയൊരു പാർക്ക് സെറ്റപ്പിലാണ് ഈ സംഭവം അല്ലേ. ഇവിടെ കുറച്ച് നമ്മുടെ അമ്പലപ്രാവുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിനിവിടെ തീറ്റയൊക്കെ കൊടുക്കുന്നുണ്ട്. ഒരുപാട് പേര് തീറ്റയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒക്കെ പറഞ്ഞു. ഒരുപാട് റെസ്റ്റോറൻറ്റുകളുണ്ട്. 2 സൈഡുകളിലും ഇഷ്ടം പോലെ റെസ്റ്റോറൻറ്റുകളുണ്ട്. അപ്പോൾ നമുക്ക് ഏത് വേണമെങ്കിലും പോയി കഴിക്കാം. കൂടുതലും പാകിസ്ഥാനി റെസ്റ്റോറൻറ്റുകളാണ് ഇവിടെ കൂടുതലും കണ്ടുവരുന്നത്. എന്തായാലും നല്ല ടേസ്റ്റി ഫുഡ് നിങ്ങൾക്ക് ഇവിടുന്ന് വന്നു കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ 2 സൈഡിലും ഒരേപോലെ തന്നെ ഷോപ്പുകൾ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ഫുഡ് കഴിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും ചിലപ്പോൾ. കാരണം ഏതിൽ കയറുന്നുള്ളൊരു ഇതാണ്. എല്ലാം നല്ല നല്ല ഹോട്ടൽസ് തന്നെയാണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ വന്നിട്ടുള്ളൂ. അപ്പോൾ നമുക്കറിയില്ല ഏതൊക്കെയാണ് നല്ല നല്ല ഹോട്ടൽസ് ഇവിടെ നിന്നുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ തേരാപ്പാരയിൽ നമുക്കൊരു മനസ്സിലാവും. നമ്മൾ ഒരു സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഭക്ഷണം കഴിക്കുന്നുണ്ട്. അവിടെ മുന്നിൽ കാണുന്ന ആ ഒരു കിങ് സിസർ എന്ന് പറഞ്ഞ ആ ഒരു എന്താ പറയുക സലൂണിലാണ് ഞങ്ങൾ മുടി വെട്ടിയത്. 5 ദിർഹമുള്ളൂ. അത് നല്ല സൂപ്പറാണ്. അടിപൊളിയായിട്ട് വെട്ടി തരുന്നുണ്ട്. ഞങ്ങൾ ഇന്നലെ ഭക്ഷണം കഴിച്ചൊരു ഹോട്ടലാണിത്, ഗ്രീൻ സിറ്റി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ അവിടുത്തെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് എന്തായാലും. അപ്പോൾ ഇപ്പോഴല്ല, കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ഈ തേരാപ്പാര എപ്പിസോഡിൽ തന്നെ നമ്മൾ ഉൾപ്പെടുത്തുന്നതാണ്. ഞങ്ങൾ ഇന്നലെ ഭക്ഷണം കഴിച്ച് ഞങ്ങൾ ഊണാണ് കഴിച്ചത്. 9 ദിർഹാണ്ടായത് ഒരു ഊണിന്. നല്ലോണം ഐറ്റംസ് ഉണ്ടായിരുന്നു. ഇവിടെയും 5 ദിർഹം തന്നെയുള്ളൂ. പക്ഷേ അബുദാബി ഏരിയയിലൊക്കെ എന്ന് പറഞ്ഞാൽ 15 ദിർഹാണ് ജസ്റ്റ് ഒന്ന് ഹെയർ കട്ട് ചെയ്യണമെങ്കിൽ. ഇവിടെ നമുക്ക് ജസ്റ്റ് 5 ദിർഹത്തിന് നമ്മുടെ മുടി വെട്ടാം. അപ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് വെട്ടി വന്നതാണ്, എന്നാലും വീണ്ടും ഒന്നും കൂടി ഒന്ന് സെറ്റാക്കി. ഇത് 2 മൈനകൾ ഇവിടെ നടക്കുന്നുണ്ട്. ഇവിടെ സരവണ ഭവൻ്റെ ഒരു ഹോട്ടലാണ് ഇപ്പോൾ ഞങ്ങൾ മുന്നിൽ കാണുന്നത്. അതിനോട് ചേർന്നിട്ട് വേറെയും ഹോട്ടലുകളുണ്ട്, പാർക്ക് ദർബാർ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പോൾ എന്താ പറയുക, വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല മസാല ദോശയും അതുപോലെ തന്നെ വടയും തൈര് വടിയും എല്ലാ സംഭവങ്ങളും നിങ്ങൾക്ക് ഇവിടെ നിന്ന് കഴിക്കാം. നല്ല അടിപൊളി. നിങ്ങൾക്കറിയില്ല, സരവണ ഭവൻ എന്ന് പറഞ്ഞാൽ പറയേണ്ട കാര്യമില്ല. അപ്പോൾ വെജിറ്റേറിയൻ ഫുഡിൽ നൈസാണ് അവർ. പിന്നെ അതിൻ്റെ അപ്പുറത്തെ ഒരു മഞ്ഞ ബോർഡ് കണ്ടോ, അത് കുൽഫിയാണ്. അപ്പോൾ ഞങ്ങൾ ഇന്നലെ അവിടേക്ക് പോയായിരുന്നു. സംഭവം നൈസാണ്. അവിടുത്തെ ഒരു ആംബിയൻസ് ഞങ്ങൾ കാണിച്ചു തരാം. വേറെ വീഡിയോയിൽ നമുക്കത് കാണാം. എന്താ പറയുക, അടിപൊളിയാണ്. ഒരു വെറൈറ്റി ഒരു തീമാണ് അതിൻ്റെ ഉള്ളിൽ. ആ ഒരു മഞ്ഞ ബോർഡ് കണ്ടില്ലേ അതിനുള്ളിൽ. പിന്നെ ഇവിടെ ഇതിൻ്റെ അപ്പുറത്ത് തന്നെ വേറെ തുമ്പെ ക്ലിനിക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ഹോസ്പിറ്റലുണ്ട്, ക്ലിനിക്ക് ഉണ്ട്. അതിൻ്റെ അപ്പുറത്ത് തന്നെ ഗ്രാൻഡ് സ്റ്റാർ എന്ന് പറഞ്ഞിട്ടൊരു ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പോൾ മുന്നിലേക്ക് നോക്കി കഴിഞ്ഞാൽ അവിടെ കാണുന്നതാണ് ഒരു ലുലു സെൻ്ററാണത്.
അപ്പോൾ എന്താ പറയുക, അടിപൊളി ഒരു ഏരിയ ആണ് എന്തായാലും അല്ലേ. എയർപോർട്ട് അടുത്തായത് കൊണ്ട് 5 മിനിറ്റിലും ഫ്ലൈറ്റാണ്. അപ്പോൾ ഇഷ്ടം പോലെ ഫ്ലൈറ്റുകൾ നല്ല താഴ്ന്ന് പറക്കണ കാണാം. ഇവിടെ നിൽക്കുമ്പോൾ എമിറേറ്റ്സിൻ്റെ ഫ്ലൈറ്റുകളാണ് ഇഷ്ടം പോലെ വരുന്നത്. 5 മിനിറ്റിലും നമ്മുടെ ബസ് വരുന്ന പോലെയാണ് ഫ്ലൈറ്റ് ഇറങ്ങുന്നത് ഇവിടെ. നമ്മുടെ ഈ ഒരു ലൊക്കേഷൻ പറയാൻ വെച്ച് കഴിഞ്ഞാൽ മെട്രോ സ്റ്റേഷൻ എന്നൊക്കെ പറയാൻ വെച്ച് കഴിഞ്ഞാൽ അബൂബക്കർ അൽ സിദ്ദീഖ് മെട്രോ സ്റ്റേഷൻ്റെ അടുത്താണ്. ഇപ്പോൾ ഇവിടെ നിന്ന് ഒരു 650 മീറ്ററാണ് അങ്ങോട്ട് കാണിക്കുന്നത് മെട്രോ സ്റ്റേഷനിലേക്ക്. അപ്പോൾ ഏകദേശം ലൊക്കേഷൻ നിങ്ങൾക്ക് മനസ്സിലായില്ലേ. അൽ മുത്തീന അതാണ് നമ്മുടെ സ്പോട്ട്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ അക്വേറിയം ഷോപ്പ്. നമുക്ക് ഉള്ളിലേക്ക് പോവാം. ഫ്രണ്ടിലൊരു ഷെയ്ഡ് പോലെ കിട്ടിയിട്ടുണ്ട് ചൂടാവാണ്ടിരിക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് കിടന്നിട്ട് നമ്മുടെ എന്താ പറയുക മീനുകളൊക്കെ കണ്ട് എന്തൊക്കെ റേറ്റ് സംഭവങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയാം. നമുക്ക് നേരെ ഉള്ളിലേക്ക് പോകാം. ഇവിടെ ഷെയ്ഡ് പോലത്തെ സംഭവമായിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ ഷോപ്പ്. അപ്പോൾ നമ്മൾ അക്വേറിയം ഷോപ്പിൻ്റെ ഉള്ളിലെത്തി. ഇതാണ് നമ്മുടെ മുരളിച്ചേട്ടൻ, ഈ കടയുടെ ഓണർ. അപ്പോൾ 27 വർഷമായില്ലേ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോൾ നമ്മൾ മാസ്ക് നമ്മളൊന്നും വീണില്ല, പ്രശ്നമാണ് അല്ലേ. അപ്പോൾ മുഖമൊന്ന് കാണാൻ. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ ചേട്ടൻ. കാസർഗോഡാണ് ആളുടെ സ്ഥലം. അപ്പോൾ 27 വർഷമായിട്ട് ഇവിടെ ഉണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ വന്ന് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഈ അക്വേറിയം ഷോപ്പിൻ്റെ 12 വർഷമായി. അപ്പോൾ നല്ല എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ദുബായ് വളർന്ന സമയം തൊട്ട് തന്നെ ഇവിടെ ഉണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ ബാക്കി കൂടുതൽ വിശേഷങ്ങളൊക്കെ ആളോട് നമുക്ക് ചോദിച്ചറിയാം. അപ്പോൾ മുരളി ചേട്ടാ, നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ചേട്ടൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ഫസ്റ്റ് ഒരു അക്വേറിയം ഷോപ്പ് തുടങ്ങിയപ്പോൾ ആൾക്കാരുടെ റെസ്പോൺസ് എങ്ങനെയായിരുന്നു? അപ്പോൾ എത്രയൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത് ഇതൊക്കെ സർവൈവ് ചെയ്ത് പോവാനൊക്കെ ആയിട്ട്? ഓക്കെ, അറിയില്ലായിരുന്നു അല്ലേ. ശരിയായി വന്നു അല്ലേ. അപ്പൊ നമ്മളിവിടെ വെള്ളമൊക്കെ നമ്മൾ എങ്ങനത്തെ വെള്ളമാണ് യൂസ് ചെയ്യുക നോർമലായിട്ട്? ടാപ്പ് വാട്ടർ. മെഡിസിൻ ഇട്ടിട്ട് എത്ര ദിവസം വെക്കേണ്ടി വരും? അപ്പോൾ ഒരു ദിവസം എയറേഷൻ കൊടുത്തിട്ടില്ലേ? കുഴപ്പമില്ല അല്ലേ. ഓക്കെ 28 ഡിഗ്രിയിലാക്കിയിട്ട് നമ്മൾ ഇട്ട് കൊടുക്കും അല്ലേ. ആ മെഡിസിൻ ഇട്ടിട്ട് എയറേഷൻ കൊടുത്തിടും അല്ലേ. ഓക്കെ. അപ്പൊ ഇത് മീൻ വേറെ സ്ഥലത്ത് സ്റ്റോക്ക് ചെയ്യുന്നുണ്ടോ? ഇതിന് വരുത്തും അല്ലേ. എവിടെ നിന്നാണ് മെയിൻ ആയിട്ട് വരുന്നത് മീനുകൾ? വിയറ്റ്നാമിൽ നിന്ന് വരുന്നുണ്ട് അല്ലേ. ഓക്കെ. അപ്പൊ നമ്മുടെ നാട്ടിലത്തെ അപേക്ഷിച്ചിട്ട് ഇവിടെ റേറ്റിന്റെ എങ്ങനെയാണ്? ആൾക്കാർ അങ്ങനെ കമ്പയർ ചെയ്ത് മേടിക്കാറുണ്ടോ? അങ്ങനെ എക്സ്പെൻസീവ് ആണ്. ഓക്കെ, അതിപ്പോ ഈവൻ നമ്മൾ ചെറിയൊരു അക്വേറിയം മേടിക്കായാലും നമുക്കത് ഫീൽ ചെയ്യും അല്ലേ. നല്ല റേറ്റ് തോന്നുന്നുണ്ട് എല്ലാത്തിനും. ഓക്കെ, അപ്പൊ ഇത് ഇവിടെ അക്വേറിയം അല്ല മീനുകളല്ലാണ്ട് അതുപോലെ ബേർഡ്സും സംഭവങ്ങളൊക്കെ ഉണ്ടെന്നുണ്ട് അല്ലേ. കുറച്ചാണ്, സ്പേസ് ഇല്ല അല്ലേ അങ്ങനെ കുറച്ച് അല്ലേ. ഓക്കെ. ഇതിന് മുകളിലേക്കും ഉണ്ടോ? സ്റ്റോർ ഓഫീസ് അല്ലേ. ഓക്കെ. അപ്പൊ ജസ്റ്റ് മീനുകളൊക്കെ ഒന്ന് പറഞ്ഞില്ലേ, ഒന്ന് ഏതൊക്കെ എന്താ വില എന്നൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നാൽ ഉപകാരം. നമ്മൾ കാണുന്നവർക്ക് ഇത് കാണുമ്പോൾ ചിലർ ഇങ്ങനെ ഭയങ്കര വിലയാവും വിചാരിച്ചിരിക്കുന്നുണ്ടാവും, ചിലർ എത്ര വില എന്ന് അറിയുന്നിരിക്കുന്നുണ്ടാവും. അപ്പൊ അവർക്ക് ഒരു ജസ്റ്റ് ഒരു ഉപകാരമാവും. ജസ്റ്റ് ഒന്ന് 5 dirhams അല്ലേ. ഓക്കെ. ഓക്കെ. അതുപോലെ നമ്മുടെ മുമ്പേ ഈ കോവിഡിനേക്കാളും മുമ്പേ 5 ദിറമായിട്ട് പെയർ. ഓക്കെ. പക്ഷെ ഇപ്പോ 10 ദിറമാണ്. 10 ദിറം. ഇപ്പൊ പണ്ട് ഈ മറ്റേ പാസഞ്ചർ ഫ്ലൈറ്റാണ് ഞങ്ങൾ ഇമ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ. ഇപ്പൊ കാർഗോ ഫ്ലൈറ്റിലാണ്. അപ്പൊ അതിന്റെ ഡിഫറൻസ് വരുന്നുണ്ട് അല്ലേ. ഓക്കെ. പിന്നെ ഇവിടെ വെറൈറ്റി ഫിഷ് എന്ന് പറയുന്നത് നമ്മുടെ എന്താണ് പുതിയ ഇമ്പോർട്ട് ഫിഷ്? ആ ഒരു ഇത് എക്സലോട്ട് എന്ന് പറയും. ഇത് റെയർ ആണ്. ഓക്കെ, എക്സലോട്ട് അല്ലേ. ആ ഒരു ഗോൾഡ് ഫിഷിന്റെ പോലെ ഒരു സൈഡിൽ രണ്ടത് അല്ലേ, ഒരു കവർ പോലെ സംഭവമായിട്ട് അല്ലേ. ഓക്കെ. അപ്പൊ അങ്ങനെ കുറെ സംഭവങ്ങളുണ്ടല്ലേ. അറോണ. ഓക്കെ. സിൽവർ അല്ലേ. എത്ര അടി ഉണ്ട്? 45 സെന്റിമീറ്റർ. 45 സെന്റിമീറ്റർ അല്ലേ.
അതുപോലെ ഓസ്കാർ സംഭവങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടല്ലേ അവിടെ. അതിൽ 250 പേര് പറഞ്ഞ 250. ആ ഇപ്പൊ ഇത് ഡിസ്കസ് ആണല്ലേ ഈ ഒരു സംഭവം. പിന്നെ വേറെ എന്തെങ്കിലും പേരും എടുക്കണ്ടല്ലേ മറ്റേ അതിന്റെ പേര്. ആ ബ്ലാക്ക് കോസ്റ്റ് അത് നല്ല നൈസ് മീനാണ് ശരിക്കും. എക്സ്പെൻസീവ് ആണ് അല്ലേ. അതേപോലെ കെയർ ചെയ്യും വേണമല്ലേ, അല്ലെങ്കിൽ പ്രശ്നമാണ് അല്ലേ. pH കൺട്രോൾ ചെയ്ത് നോക്കണം. ഇത് മറ്റേ ബ്ലാക്ക് കോസ്റ്റ് നമ്മൾ ഇതിന്റെ ചെറിയ സൈസൊക്കെ എന്തെങ്കിലും ഉണ്ടായിരുന്നു മുന്നേ അവിടെ ഉണ്ട് അല്ലേ. ഓക്കെ ഓക്കെ. അപ്പൊ ഡിസ്കസിനൊക്കെ എന്താ റേറ്റ് വരുന്നത്? 200 250 അല്ലേ പെയറിന് അല്ലേ. എല്ലാ കളറിനും അതേപോലെ റേറ്റ് ആണ് കളർ. ഓക്കെ. ഏത് ഈ ഇത് കാണുന്നത് അല്ലേ, അതിനും സെയിം റേറ്റ് തന്നെയാണ് 220. ഓക്കെ. മറ്റേത് 250. ഈ ബ്ലാക്ക് ഗോസ്റ്റിനോ 160 അല്ലേ പെയർ. ഓക്കെ. ഇത് മറ്റേ അലിഗേറ്റർ ഗാറാണ് നമ്മുടെ ഉണ്ട് ഈ സംഭവം. അത്യാവശ്യം നല്ല വലിയൊരു സൈസാ. ബ്ലൂറാമിന് എന്താ വില? 50 ദിർഹം അല്ലേ പെയറോ? പെയർ അല്ലേ. ആ ഓക്കെ. അത് ഇത്തിരി എക്സ്പെൻസീവ് മീനാണ് അല്ലേ. അപ്പൊ ഈ ഒരു വെറൈറ്റി പേര് പറഞ്ഞത് കോമറ്റ് ഗോൾഡ് ഫിഷ് എന്നാണ്. 15 ദിർഹമാണ് പെയർ. ഞാൻ പെട്ടെന്ന് കണ്ടപ്പോ കാർപ്പാന്ന് തോന്നി. ഓക്കെ. കോമറ്റ് ഗോൾഡ് ഫിഷ്. ഇതിന്റെ കണ്ണു പോയെന്നുണ്ട് ഇതിന്റെ. കൊള്ളാം. ഈ സൈസിന് കുറച്ചുകൂടി റേറ്റ് ഉണ്ടാവില്ലേ ഈ കോമറ്റ് ഗോൾഡ് ഫിഷിന്? 35 ദിർഹം അല്ലേ. ഇത് ക്ലൗൺ ലോച്ചാണ്. അതിന് 35 ദിർഹം അല്ലേ. 35. ആ പല വലിപ്പ വ്യത്യാസം അനുസരിച്ചിട്ട് റേറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ വേരിയേഷൻ ഉണ്ടാവും. അതിവിടെ നിയോൺ ഗൗരാമിയൊക്കെ ഉണ്ട്. ഈ ഗൗരാമിക്കൊക്കെ എന്താ വില ചെറുതിന്? പെയർ 20 അല്ലേ. ആ ഡോഗ് ഗൗരാമി. ഇത് ഹണി ഗൗരാമി. ആ ബ്ലൂ ഗൗരാമി. ബ്ലൂ ഗൗരാമിക്ക് 15-20 ദിർഹം അല്ലേ. ഏഞ്ചിൽ എങ്ങനെയാ? 30-35 ഏകദേശം ആ റേഞ്ചാണല്ലോ ഒരു ഇതൊക്കെ വരുന്നത്. 30, 35, 20, 15 ആ റേഞ്ചിലൊക്കെ നോർമൽ ഫിഷുകൾ വരുന്നത് അല്ലേ. ആ വലുത് വരുന്നതിനോട് വലുപ്പം വരുന്നത് അല്ലേ. പ്ലാറ്റി മോളിയൊക്കെ 5 ദിർഹമാണ്. അതാണ് ഇപ്പോൾ ഇതിലുള്ളതിലൊരു വില കുറഞ്ഞ് മീൻ പറയുമ്പോൾ അതാണല്ലേ പ്ലാറ്റി മോളി. ആ സിക്ലെറ്റ്സ്. ഈ സിക്ലെറ്റ്സിന് എന്താ വില? 50 ദിർഹം. സിക്ലെറ്റ്സിന് 50 ദിർഹം അല്ലേ. ഓറഞ്ച് ആ കളറിനൊക്കെ അല്ലേ. ഇതിപ്പോ ഒരു ട്രെൻഡായി വന്നിട്ടുണ്ടല്ലേ ഈ സിക്ലെറ്റ്സ്. ആ ഇതിനൊക്കെ 160 ദിർഹമാണ് ഒരു സിംഗിൾ പീസ് അല്ലേ. ഇതിന് 30 ദിർഹമാണ് കേട്ടോ ഇതിന്റെ വില. റെഡ് ഇയർ അല്ലേ. ഒരു ചെറിയൊരു ചുവപ്പ് കളർ ഉണ്ട് ഒരു സൈഡില് ഇയറിന്റെ അവിടെ, അതുകൊണ്ടാവില്ലേ.
ഓക്കെ, ലാബിഡോ ബാർബർ അല്ലേ? ആ, മിസ് കേരള എന്ന് പറയുന്ന ഒരു മീനാണ് അല്ലേ? ഓക്കെ, ചുവന്ന കളറുള്ള. ആ, കൊള്ളാട്ടെ, മിസ് കേരള. അതിന്റെ അപ്പുറത്തുള്ള ടെട്രയാണോ? ആ ഒരു സിൽവർ ഡോളർ അല്ലേ? അതൊക്കെ നമ്മളിവിടെ കാണാത്ത സംഭവങ്ങളാണ് ഇതൊക്കെ. ഇതില്ലേ സാനിഷ് കാറ്റ് ഫിഷ് അല്ലേ? സയാമിസ്. ഓക്കെ. ഇതിനല്ലേ 35 റുപ്യ ടയർ? പാരറ്റിന് എന്താ വില? 60 റംസ് അല്ലേ? കൊള്ളാം. ഇതിന്റെ ഓസ്കാറിന്റെ കൂടെ ഒക്കെ ഇടാൻ തോന്നല്ലേ? കുഴപ്പമില്ല അല്ലേ? ഈ ഗോൾഡ് ഫിഷിനൊക്കെ എത്രയാടാ ഇതിന്? 80 ദിർഹം ജോഡി. അതിനൊക്കെ 80 റേഞ്ച് അല്ലേ? ഓക്കെ. ആറ്റത്തിലായത്. അതിനൊക്കെ എത്രയാവും? 10 ദിർഹം. ഇതിനൊക്കെ 80 ദിർഹം അല്ലേ? 80 ദിർഹം. ഓക്കെ, ഫയറിന് 80 ദിർഹം. ടെട്രയുടെ വെറൈറ്റീസ് അല്ലേ? ഓഹോ ഹോ ഹോ. ഇതിനൊക്കെ എങ്ങനെയാ? 10 ദിർഹം അല്ലേ? ഡയമണ്ട് ടെട്ര. ഈ വൈറ്റ് ആണ് ഇത് കാണുന്നത്. ഇതോ? ഡയമണ്ട് ടെട്ര. ഓഹോ ഹോ. അതുമാതിരി ചെറിയ കളർ ഇങ്ങനെ തിളങ്ങുന്നുണ്ട് അല്ലേ? ഡയമണ്ട് പോലെ. ഓ, ഇത് സീബ്ര ഡൈനോസ്. മറ്റേതെന്താ പറയുക? റെമിനോസ് ടെട്ര. ഇതൊക്കെ നമ്മളവിടെ ഉണ്ട്, പക്ഷെ അത് കാണാറില്ല. റെമിനോസ് ടെട്ര. ആ, ഓക്കെ, കൊള്ളാം. ഇതോ? കോറിഡോറസ് കാറ്റ് ഫിഷ്. ഇതിനൊക്കെ എന്താ വില? 10 ദിർഹം. കച്ചറ കഴിക്കാനായിട്ട്. ഈ ലോച്ച് മറ്റേ ടൈപ്പ്, ലോച്ച് ടൈപ്പ്. ആ, ടൈഗർ. ആ, റോസില. വീട്ടിൽ കൊത്തുന്നോണ്ടല്ലേ ചെറുതായിട്ട് വേറെ മീനുകളെ കടിക്കാൻ. ഇത് തന്നെ പേളറാണ്. ഇതിനൊക്കെ 400-450 റേഞ്ച് അല്ലേ? വലിപ്പനുസരിച്ച് റേറ്റ് കൊടുക്കും. ഇവിടെ ഒരു നൈസ് അക്വേറിയം ഇങ്ങനെ എന്താ പറയുക സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല രസമുണ്ട് ഇവിടെ കാണാൻ. ഫുള്ള് പല വെറൈറ്റികളിലുള്ള പ്ലാന്റ്സ് ആണ്. അപ്പൊ ഇതിനൊക്കെ എന്താ എങ്ങനെ റേറ്റ്? 15 ദിർഹം ഒരു ആ ഒരു ഇതിലെ ബഞ്ചിലെ ഒരു ബഞ്ചിന് 15 ദിർഹം അല്ലേ? സംഭവം നല്ല കളർഫുൾ അല്ലേ ഇത് കാണാനായിട്ട്? മീനില്ലെങ്കിൽ അധികം, പക്ഷെ ഇത് ചെടികൾ വെച്ചാണ് മീനുണ്ട്. അപ്പൊ ചെറിയ ഗപ്പിയൊക്കെ ഇട്ട് നടക്കുന്നുണ്ട് അല്ലേ? ആ, ചേട്ടൻ്റെ പേരെന്താണ്? അരുൺ. എവിടെ? നാട്ടിലെവിടെയാണ്? കോഴിക്കോട്. അപ്പോൾ അരുൺ ചേട്ടനോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം. അപ്പോൾ ആള് കുറച്ചൊക്കെ പറഞ്ഞു തന്നു. അപ്പോൾ ഇവിടെ അക്വേറിയംസ് സംഭവങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാമോ? 130 ദിർഹം. ഓക്കെ. മുകളിലേക്ക് വലുതൊക്കെ ആകുമ്പോൾ 200-300 അങ്ങനെ പല റേഞ്ചിലായിരുന്നു.
ഓക്കെ 1,250. അപ്പോൾ നിങ്ങൾ തന്നെ സെറ്റ് ചെയ്ത് തരും. സർവീസ് സംഭവങ്ങളെല്ലാം ഉണ്ട് അല്ലേ? എല്ലാം ഉണ്ട്. ക്ലീനിങ് സംഭവങ്ങളെല്ലാം ഉണ്ട്, എല്ലാം ചെയ്യും അല്ലേ? അതുപോലെ ഫിഷിൻ്റെ ഫുഡ് ഐറ്റംസ് ഇഷ്ടം പോലെ ഉണ്ട് അല്ലേ? ഫുഡ് എല്ലാ സാധനങ്ങളും ഉണ്ട്. ഓക്കെ. അപ്പോൾ നിങ്ങൾ വീടുകളിലേക്ക് പോയിട്ട് ഇങ്ങനെ സർവീസ് ചെയ്ത് കൊടുക്കുകയും ചെയ്യും അല്ലേ? വെള്ളം മാറ്റലും അങ്ങനെ സംഭവങ്ങളും മെയിൻ്റനൻസ് സംഭവങ്ങളൊക്കെ അല്ലേ? അപ്പോൾ ഒരുവിധം ഇമ്പോർട്ടൻറ്റ് ഫുഡുകളൊക്കെ ഉണ്ടെന്നല്ലോ, ഒപ്റ്റിമ അങ്ങനെ സംഭവങ്ങളൊക്കെ അല്ലേ? ഓക്കെ. ഈ ഒപ്റ്റിമത്തിനൊക്കെ എന്ത് വില വരുന്നത്? വലിയ നമ്മുടെ സാധാ ഗോൾഡ് ഫിഷ് ഇതിനൊക്കെ നോർമൽ റേറ്റാണ്. 10-15 ദിർഹം 10 ദിർഹം അങ്ങനത്തെ റേഞ്ചിലാണ്. അടിയിൽ ഫുള്ള് കാർപ്പ്. ഈ വലിയ കാർപ്പിനൊക്കെ എന്താ വില ചേട്ടാ? 50 ദിർഹം വലിയ കാർപ്പിന്. ഫെയർ. ഇത് നല്ലത് ടൈഗർ അല്ലേ? ആൽബിനോ, ഫയർ റെഡ് ആൽബിനോ അല്ലേ? ഇതിപ്പോ ഇപ്പൊ ബ്രീഡ് ആയിട്ടുണ്ടോ? കണ്ടീഷൻ ആയി കിടക്കണല്ലേ? ഇതിനെത്ര 250? 250-300 റേഞ്ചിലല്ലേ? ഇതിപ്പോ 8 ഇഞ്ച് ഉണ്ടാവോ? 7 ഇഞ്ച് അല്ലേ? എൻ്റെ എടുക്കുന്നുണ്ട്. എപ്പിക്ക് 5 ദിർഹം അല്ലേ? ഇത് മറ്റേ മിക്സ് ആയിട്ട് വന്നതാണ്. ഷ്രിമ്പ് അല്ലേ? അതിനെന്താ? ഇതിനെത്രയാ? പേരിന് 15 അല്ലേ? പല കളറിലും വരും. മഞ്ഞയുണ്ട്, ചുവപ്പ് വരാറുണ്ട്, ബ്ലാക്ക് ഉണ്ട്, ബ്ലൂ ഉണ്ട്, റെഡ്, വൈറ്റ് ഉണ്ട്. ഓക്കെ. ചില സമയത്ത് പേടിച്ച് കളർ മാറുന്നുണ്ട്. ചില സമയത്ത് അത് കളർ അത് തന്നെ പോലെ മാറ്റി. ഫൈറ്റർ 15, 20, 25 അങ്ങനെയൊക്കെയാണ് പല റേഞ്ച്, പല വെറൈറ്റി അനുസരിച്ച്. ഓക്കെ. വൈറ്റ് അല്ലേ? ബിഗ് ഗിയർ അല്ലേ? ഇത് സൈസ് കൂടുതലാണല്ലേ? ഇത് വലിയ ടൈപ്പ് ജംബോ. ഇതിനെത്രയാ ജംബോന്? 75. ഓക്കെ. ഓ, ഫീമെയിൽ എത്രയുണ്ട്? മെയിൽ അപ്പോൾ ഭയങ്കരമല്ലോ അല്ലേ? 25, 75 അല്ലേ? ഓക്കെ. ഭയങ്കര വലുപ്പല്ലേ? ഇവിടെ കുറച്ച് ഫിഞ്ചേഴ്സ് ഒക്കെ ഉണ്ട്. അതിന് 60 ദിർഹം പെയർ. ലവ് ബേർഡ് ഉണ്ടെന്നുണ്ട് അല്ലേ? അതിനോ 90 ദിർഹം അല്ലേ? ലവ് ബേർഡ്സിന് 90 ദിർഹം. അപ്പൊ മീനുകളെല്ലാം നിങ്ങൾ കണ്ടില്ല, നല്ല അടിപൊളി വെറൈറ്റി മീനുകളാണ് കേട്ടോ. പലതിന്റെ പേര് എനിക്കെന്നെ അറിയില്ല. നമ്മുടെ കുറച്ച് മീനുകളുടെ പേരൊക്കെ നമുക്കറിയുള്ളൂ. അപ്പൊ ചേട്ടൻ ഒരുവിധം എല്ലാ സംഭവത്തിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്തു. അതുപോലെ തന്നെ പേരെന്താന്ന് പറഞ്ഞത്? അരുൺ ചേട്ടന് അതുപോലെ തന്നെ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. അപ്പോൾ ഞാൻ നമ്പർ കൊടുക്കാം അല്ലേ? ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം. അപ്പോൾ ആൾക്കാർ ആവശ്യക്കാരെ വിളിക്കും. അപ്പോൾ ഞാൻ എന്തായാലും നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഏരിയയിലൊക്കെ ആവശ്യമുള്ളവർ ഇതിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ അവിടെ വിസിറ്റിംഗ് കാർഡ് എൻ്റെ കയ്യിലുണ്ട്, ഞാൻ എടുത്ത് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും നമ്പർ കൊടുക്കാം. അപ്പം മുരളിച്ചേട്ടനെ വിളിച്ച് കഴിഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞുതരും. അതുപോലെ അക്വേറിയം സെറ്റിങ്സ്, അതുപോലെ മെയിൻ്റനൻസ് ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് അവർ ചെയ്തുതരും. എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞുതരും, വിലയും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ അത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ബൈ ബൈ.